നമസ്കാരം. മറുപടി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന കർത്താവിൻ്റെ ആ ഒരു ആഹ്വാനം പ്രഥമ ദൗത്യമായി ഏറ്റെടുത്ത് കഴിഞ്ഞ 2000 നൂറ്റാണ്ടുകളായി ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന ആ ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില കോണുകളിൽ നിന്ന് കത്തോലിക്ക സഭ വലിയ രീതിയിലുള്ള ഒരു തളർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കത്തോലിക്ക സഭ പല മേഖലകളിലും പലയിടങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ ഒരു തകർച്ചയിലാണ്, ഒരു നിർജീവമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ, ചില പ്രചരണങ്ങൾ വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളിൽ ഇന്ന് മറുപടിയുമായി നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, അങ്ങേ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഇൻട്രോ അത് തന്നെയാണ് ആദ്യത്തെ ചോദ്യമായിട്ട് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭ വലിയ രീതിയിലുള്ള ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു നിർജീവമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോർജ്, കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഈ ഒരു വിഷയം, പ്രത്യേകിച്ച് അപ്പസ്തോലിക സഭകൾ ഇല്ലാതാകുന്നു, പെന്റക്കോസ്റ്റൽ മൂവ്മെന്റുകൾക്ക് വലിയ വളർച്ച കിട്ടുന്നു എന്നൊക്കെയുള്ള ചില സംസാരങ്ങൾ പല മേഖലകളിൽ നമ്മൾ ഉയർന്ന് കേൾക്കുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യത്തെ ഒരു കാര്യം, ഈ അപ്പസ്തോലിക സഭകൾ തകർന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം അതിൽ സന്തോഷിക്കാനല്ല, പിന്നെ അവിടെ സഭ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ സഭ എന്ന് പറയുന്നത് ശ്ലൈഹികമാണ്. സത്യസഭയുടെ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അത് ശ്ലൈഹികമാണ്, ശ്ലീഹന്മാരുടെ ആകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടതാണ്. കാരണം മത്തായിയുടെ സുവിശേഷം 16:18 യേശു ഇങ്ങനെയാണ് പറയുന്നത്: പത്രോസ്, നീ പാറയാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഗലാത്യ ലേഖനത്തിന്റെ 1-8 വാക്യത്തിൽ പൗലോസ് പറയാണ്, അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ആദ്യം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മൾ വഞ്ചിതരാവാൻ പാടില്ല. അപ്പസ്തോലിക സഭകൾ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തിരുസഭയില്ല. നമുക്കൊരാൾക്കൂട്ടത്തെ പിന്നെ രൂപപ്പെടുത്താൻ പറ്റുമായിരിക്കും. ശ്ലൈഹിക അടിത്തറ ഇല്ലെങ്കിൽ, അതിന്റെ പിന്തുടർച്ചയില്ലെങ്കിൽ, ആ ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഒരു ആൾക്കൂട്ടത്തെ രൂപപ്പെടുത്താം. പക്ഷേ ഒരു സഭയെ രൂപപ്പെടുത്തണമെങ്കിൽ അത് നിർബന്ധമായും ശ്ലൈഹികമായിട്ടുള്ള ഒരു അടിത്തറ അതിനുണ്ടായിരിക്കണം. ഞാൻ വളരെ നാളുകൾ മുമ്പ് വായിച്ച ഒരു പുസ്തകമാണ്, ബൈബിളിനെ കുറിച്ച് എഴുതപ്പെട്ടതിൽ മലയാളത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രന്ഥമാണ്. KP അപ്പന്റെ, മഹാനായ സാഹിത്യകാരനാണല്ലോ, അദ്ദേഹത്തിന്റെ ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൽ അദ്ദേഹം ഇങ്ങനെ ശ്ലീഹന്മാരെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്: ശ്ലീഹന്മാരാകുന്ന മെഴുതിരികൾ ഉരുകിത്തീർന്നതിന്റെ വെളിച്ചത്തിലാണ് ലോകം ക്രിസ്തുവിനെ കണ്ടത്. അപ്പോൾ സഭയ്ക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ശ്ലൈഹിക അടിത്തറ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ സഭ എന്താണ് എന്നും നസറത്തിലെ യേശു ആരാണെന്നും ലോകത്തോട് പറഞ്ഞത് ശ്ലീഹന്മാരാണ്. അവരാണ് ആദ്യത്തെ സഭാസമൂഹത്തെ രൂപപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ശ്ലൈഹിക അടിത്തറകളെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സന്തോഷമുള്ള വർത്തമാനമായിരിക്കും. അതല്ലാതെ സഭയെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന സകലരെ സംബന്ധിച്ച് അപ്പസ്തോലിക സഭകൾ തകരുന്നു എന്ന് പറയുന്നത് ഏറ്റവും ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ലോകത്തിൽ ഇസ്ലാമിസ്റ്റുകളും പെന്റക്കോസ്റ്റൽസും ഒരേ സ്വരത്തിൽ ഒരുമിച്ച് പറയുന്ന ഒരു വാദമാണ് ഈ പറയുന്നത്: കത്തോലിക്ക സഭ വിശ്വാസം ക്ഷയിക്കുന്നു. അപ്പസ്തോലിക സഭകൾ, പ്രത്യേകിച്ച് കാത്തലിക് ഫെയ്ത്തും അതുപോലെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചിനെയൊക്കെയാണ് നമുക്ക് അപ്പസ്തോലിക പിന്തുടർച്ചയുള്ള സഭകൾ എന്ന് പറയാൻ പറ്റുന്നത്. ഈ സഭകൾ ഇല്ലാതാകുന്നു എന്ന് പറയുന്ന ഇക്കൂട്ടരുടെ ഗൂഢലക്ഷ്യം വേറൊരു ആൾക്കൂട്ടത്തെ രൂപപ്പെടുത്തിയാൽ അത് സഭയാവില്ലല്ലോ. അതുകൊണ്ട് സഭയുടെ തകർച്ച ആഗ്രഹിക്കുന്ന എല്ലാവരും കാലങ്ങളായി പറയുന്ന, ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയാണ് ഈ അപ്പസ്തോലിക സഭകൾ വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നത്. ജോർജ്, അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ പ്രസക്തമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നവർ ഉന്നയിക്കുന്ന മറു ചോദ്യമാണ്, ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുണ്ട്. അത് ഇന്ത്യയിലായിക്കോട്ടെ, അത് മറ്റ് ഭൂഖണ്ഡങ്ങളിലായിക്കോട്ടെ, ആഫ്രിക്കൻ രാജ്യങ്ങളിലായിക്കോട്ടെ, സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ എല്ലാം ഉണ്ട്. പക്ഷേ അതിലൂടെയൊന്നും സുവിശേഷ പ്രഘോഷണം നടത്തുന്നില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു കൺവേർഷൻസ് ഒന്നും അത്തരം സംവിധാനങ്ങളിലൂടെ ഒന്നും നടക്കുന്നില്ല. ഒരു സ്ഥാപനവൽക്കരണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഒരു നിർജ്ജീവാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കുന്നു എന്ന രീതിയിലുള്ള ഒരു മറുവാദം ഇക്കൂട്ടർ ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി. ജോർജി, അതായത് ഇവിടെ വളരെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം, സഭ എവിടെയൊക്കെ, കത്തോലിക്ക സഭ, കത്തോലിക്ക മിഷണറിമാർ ലോകത്ത് എവിടെയൊക്കെ ചെന്നോ, അവർ അവിടെ പാലിക്കേണ്ട ചില സുവിശേഷ പ്രഘോഷണത്തിന്റെ സാമാന്യ മര്യാദകൾ പാലിച്ചു തന്നെയാണ്. അതായത് സുവിശേഷം ചിലപ്പോൾ നമുക്ക് നേരിട്ട് പ്രഘോഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും റിലീജിയസ് പോളറൈസേഷൻ വളരെ ശക്തമാണ്. ഓരോ മതങ്ങളും അതിന്റെ തീവ്ര സ്വഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾക്ക് വിവേകത്തോടെയുള്ള ഒരു 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 നിലപാട് എന്താണ്? സഭ പറയാണ്, കത്തോലിക്ക സഭ പറയുന്നു, നേരിട്ട് സുവിശേഷം പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ജീവിതം കൊണ്ടുള്ള പ്രഘോഷണമാണ്. ജീവിതം കൊണ്ടുള്ള പ്രഘോഷണത്തിന് ജോർജി വലിയൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ വളരെ ലളിതമായി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ക്രിസ്ത്യാനി ആരാണ്? ആ ചോദ്യത്തിന് ഇന്ത്യയിലെ നാനാജാതി മതസ്ഥരായ മനുഷ്യരുടെ മുമ്പിൽ ഒറ്റ ഒരു ഉത്തരവേ ഉണ്ടാവുള്ളൂ, അത് മദർ തെരേസ എന്നാണ്. അവര് കൽക്കട്ടയിലെ തെരുവുകളിൽ പോയി സുവിശേഷം പറഞ്ഞ് കയ്യിൽ ബൈബിളുമായി നിന്ന് സുവിശേഷം പറയുകയല്ല ചെയ്തത്. അവർ കൽക്കട്ടയിലെ തെരുവുകളിൽ സുവിശേഷം ജീവിക്കുകയാണ് ചെയ്തത്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്യുന്നത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് വിളിച്ചു പറയുന്നതിന് പകരം ഓടയിൽ നിന്ന് ഒരു അനാഥ ജന്മത്തെ കോരിയെടുത്ത് അത് കൊണ്ടുപോയി പരിചരിച്ചപ്പോൾ മദർ തെരേസ ചെയ്തത് സുവിശേഷം ജീവിക്കുകയാണ്. ജോർജി, ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കത്തോലിക്ക മിഷണറിമാർ പോയി ആദ്യം ചെയ്തത് സുവിശേഷം ജീവിച്ചു. അവർ അക്ഷരജ്ഞാനമില്ലാത്ത അജ്ഞതയുടെ അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് വെളിച്ചം പകരാൻ വിദ്യാലയങ്ങൾ തുടങ്ങി. അവർ രോഗത്തിന്റെ പിടിയിലായ മനുഷ്യരെ പരിചരിക്കുന്നതിന് ആതുര ശുശ്രൂഷ സംരംഭങ്ങൾ തുടങ്ങി. അവർ സാമൂഹികമായ വേലിക്കെട്ടുകളുടെ പുറത്ത് കഴിഞ്ഞ മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് അവർക്ക് ഉള്ള വ്യത്യസ്തമായ സംവിധാനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങി. ഈ മിഷണറിമാരുടെ ത്യാഗസുരഭിലമായ ജീവിതത്തിൽ നിന്നാണ് ലോകം തിരിച്ചറിയുന്നുണ്ട് ആരാണ് നസറായനായ ഈശോ, അവന്റെ കരുണയും കരുതലും എന്താണ്. അപ്പോൾ വാക്കുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഇങ്ങനെ പറയും, എപ്പോഴും സുവിശേഷം പറയണം, എപ്പോഴും സുവിശേഷം പറയണം, പരമാവധി വാക്കുകൾ കുറച്ച്. യഥാർത്ഥത്തിൽ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു ശൈലി അതാണ്. അത് സുവിശേഷം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ആതുരാലയങ്ങൾ തൊട്ട് നമ്മുടെ അനാഥശാലകൾ തൊട്ട് നിരവധി അനവധി അശരണർക്ക് വേണ്ടിയുള്ള സകല സംരംഭങ്ങളും സുവിശേഷം ജീവിക്കുന്ന സ്ഥലങ്ങളല്ലേ? അപ്പോൾ അതല്ല യാക്കോബിന്റെ ലേഖനത്തിൽ അദ്ദേഹം ചോദിക്കും, നിന്റെ വിശ്വാസവും നിന്റെ പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം എവിടാണ്? ഈ വിശ്വാസത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ് യഥാർത്ഥത്തിൽ സഭയുടെ സ്ഥാപനങ്ങൾ. അതിനെ ശത്രുക്കൾ, വിരോധികൾ, അങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ഇറങ്ങിപ്പുറപ്പെടാനുള്ള ധൈര്യമില്ലാത്ത ആളുകൾ, അങ്ങനെ സ്വയം ഇല്ലാതാവാനുള്ള ഉൾബലമില്ലാത്ത ആളുകൾ അതിനെ സ്ഥാപനവൽക്കരണമെന്ന് ആക്ഷേപിക്കുമ്പോഴും സുവിശേഷം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തരേന്ത്യയുടെ വിവിധ പ്രദേശങ്ങൾ. ആഫ്രിക്കയിൽ, ലോകത്തിൽ വികസനം ഇന്നും എത്താത്ത സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ക്രൈസ്തവ മിഷണറിമാർ സുവിശേഷം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജീവിതങ്ങളെ കാണാതിരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം, ഇന്ന് ഈ സുവിശേഷ പ്രഘോഷണം നമ്മുടെ കടമയാണ്. എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം. അത് ജീവിതം കൊണ്ടുള്ള സുവിശേഷമാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ വാക്കുകൊണ്ടുള്ള, വാചക കസർത്ത് കൊണ്ടുള്ള ഈ സുവിശേഷ പ്രഘോഷണങ്ങൾ ഇന്ന് പലയിടങ്ങളിലും വലിയ അരക്ഷിതാവസ്ഥകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇവിടെ എല്ലാ മതങ്ങളും ഉണർന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മതങ്ങൾക്ക് അവരുടേതായ സ്വത്വബോധത്തെക്കുറിച്ചുള്ള ചിന്ത ആവശ്യത്തിൽ അധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു തെരുവിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുന്നത് സന്തോഷത്തെക്കാൾ ഇന്നത്തെ നമ്മുടെ അമിതമായ മതാത്മകതയുടെ കേരളത്തിന്റെയോ ഭാരതത്തിന്റെയോ പശ്ചാത്തലത്തിൽ അസ്വസ്ഥതയാണ് ഇതര മതസ്ഥരിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലീഫ്ലെറ്റുകൾ വിതരണം ചെയ്യുകയാണ് ഇതര മതസ്ഥരുടെ ദൈവസങ്കല്പങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട്. നമുക്കങ്ങനെ ചെയ്യാൻ അവകാശമില്ല, ആരെയും ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല, ആരുടെ വിശ്വാസത്തെയും വില കുറച്ച് കാണാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെ ചെയ്യുന്നത് വഴി ഈ സാമൂഹിക അന്തരീക്ഷത്തെ കൂടുതൽ പ്രക്ഷുബ്ധവും ഇവിടുത്തെ മതചിന്താഗതിയെ കൂടുതൽ തീവ്രവും
ജീവിക്കാൻ പറ്റാത്തതുമാക്കുന്നു എന്നുള്ളതല്ലാതെ ആരും നസറത്തിലെ യേശുവിന്റെ അപാരമായ സൗന്ദര്യവും പ്രസക്തിയും തിരിച്ചറിയുന്നുണ്ടെന്ന് നമുക്ക് കരുതാൻ വയ്യ. അതേ സമയത്ത് ജീവിതം കൊണ്ടുള്ള ഒരു പ്രഘോഷണത്തിന് കത്തോലിക്ക സഭ പ്രാധാന്യം നൽകുന്നത് പോലെ നൽകിയാൽ യേശുവിന്റെ യഥാർത്ഥ പ്രസക്തി സമകാലിക ലോകം തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഇവിടെ ഈ സുവിശേഷം പറയുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവർക്ക് അടിമേടിച്ചു കൊടുക്കുന്ന ആളുകളാണെന്നുള്ളതാണ് ജോർജി യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. നമുക്കിവിടെ എല്ലാവരെയും ആദരിക്കുന്ന ഇതര മതങ്ങളുടെ പ്രസക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സുവിശേഷം ജീവിക്കാൻ പറ്റുന്ന ഒരു സുവിശേഷ പ്രഘോഷണ ശൈലിയാണ് ജോർജ് ഈ കാലഘട്ടത്തിന് വേണ്ടത്. അതല്ലാത്തവർ അനാവശ്യമായ മതസ്പർദ്ധകളും സാമൂഹിക സ്പർദ്ധകളും സൃഷ്ടിക്കുന്നതിലപ്പുറം യേശുവിനെ ഒരു തരത്തിലും ലോകത്തിന് പരിചയപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. അതായത് അങ്ങ് പറയുന്നത് ഒരു വിവേകത്തോടു കൂടിയുള്ള ഒരു സുവിശേഷ പ്രഘോഷണം, അതാണ് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത അല്ലെ? തീർച്ചയായിട്ടും വിവേകത്തോടൊപ്പം തന്നെ പരസ്പര ബഹുമാനത്തോടു കൂടിയ ഒരു സുവിശേഷ പ്രഘോഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, ജീവിതമാണ് ഏറ്റവും നല്ല ഈ കാലഘട്ടത്തിന്റെ ഒരു സുവിശേഷ പ്രഘോഷണം എന്ന് പറയും. ഓക്കെ, ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി ഫാദർ ടോം ഒലിക്കറോഡ്. നമ്മൾ ഈ 2000 വർഷങ്ങളായിട്ട് സഭ ഈ ഒരു ദൗത്യം തുടരുന്നു. ഇനിയും എത്ര ഈശോയുടെ പ്രത്യാഗമനം വരെ, അത് എത്ര കൊല്ലമെടുത്താൽ പോലും സഭയുടെ ഒരു പ്രഥമ ദൗത്യം എന്ന് പറയുന്നത്, അതായത് അപ്പസ്തോലിക സഭകളുടെ പ്രഥമ ദൗത്യം എന്ന് പറയുന്നത് ഈ സുവിശേഷ പ്രഘോഷണം അല്ലേ? അതിൽ നിന്നും ഒരു വ്യതിചലിച്ച് കഴിഞ്ഞാൽ പല പ്രതിസന്ധികൾക്കും ആ ഒരു വ്യതിചലനം ഇടവരുത്താനുള്ള എല്ലാ സാധ്യതയുമില്ലേ ഫാദർ ടോം ഒലിക്കറോഡ്? ജോർജ്, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തെയും വിശുദ്ധ ഗ്രന്ഥത്തെയും മാറ്റി നിർത്തിയിട്ട് സഭയ്ക്ക് വർത്തമാനകാലത്തിൽ എന്നല്ല ഒരു കാലത്തും ഒരു നിലനിൽപ്പില്ല. സുവിശേഷത്തെയും അത് പറയുന്ന, അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു മതം എന്നതിലുപരി ജോർജി അതൊരു ജീവിത ശൈലിയാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ പണ്ട് മാർഗവാസികൾ എന്നാണ് ക്രിസ്ത്യാനികളെ വിളിച്ചിരുന്നത്. ഇതൊരു മാർഗമാണ്, ഒരു വേ ആണ്, എ വേ ഓഫ് ലിവിംഗ് ആണ്. ഈ ജീവിത ശൈലിയെ, സുവിശേഷത്തെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ സുവിശേഷം നമ്മളെ ഒരു ജീവിത ശൈലി പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് സഭ, അപ്പസ്തോലിക സഭകൾക്ക് കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ സുവിശേഷം എന്ന് പറയുന്നത് ജീവിത ശൈലി എവിടെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ജീവിത ശൈലിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ആ ജീവിത ശൈലിയിലേക്ക് തിരിച്ചു വരുമ്പോൾ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള പരമമായ ദൗത്യം എപ്പോഴും നമുക്ക് നിറവേറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. പ്രേക്ഷിത നിയോഗത്തെ മറന്ന് സഭയ്ക്കൊരു നിലനിൽപ്പില്ല. ആ പ്രേക്ഷിത ദൗത്യം സുവിശേഷാത്മക ജീവിത ശൈലിയിലൂടെയാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിറവേറ്റാൻ പറ്റുന്നത്, ജീവിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ജോർജ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ സഭയുടെ ഏത് സ്ഥാപനമായിക്കോട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനമായിക്കോട്ടെ, ആതുരാലയങ്ങളായിക്കോട്ടെ, മറ്റ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കേന്ദ്രങ്ങളായിക്കോട്ടെ, സഭയുടെ ഏത് ശുശ്രൂഷയായിക്കോട്ടെ, അതിന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമായിരിക്കണം അല്ലെ? തീർച്ചയായിട്ടും. ആ പ്രാഥമിക ലക്ഷ്യത്തിൽ നിന്ന് എവിടെങ്കിലും സാമ്പത്തിക ലാഭത്തിന്റെ പേരിലോ അല്ലെങ്കിൽ സംവിധാനങ്ങൾ വളർത്തുന്നതിന്റെ പേരിലോ നമ്മുടെ ശൈലികൾ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ സുവിശേഷത്തിന്റെ ശൈലിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അപ്പസ്തോലിക സഭകൾ അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ട് തകർച്ചയിലാണെന്ന് പറയുന്ന സകലർക്കും കൊടുക്കാവുന്ന ഏറ്റവും മികച്ച മറുപടി എന്ന് പറയുന്നത്. വളരെ വ്യക്തമാണ് ഫാദർ ടോം ഒലിക്കറോഡ്. അപ്പസ്തോലിക സഭകൾ അതിൻ്റെ ഒരു തകർച്ച ആഗ്രഹിക്കുന്നവരുടെ യഥാർത്ഥ ഒരു ലക്ഷ്യത്തെപ്പറ്റി ഫാദർ ടോം ഒലിക്കറോഡ് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയായിരുന്നു. ഒപ്പം തന്നെ സുവിശേഷം ജീവിച്ച് കാണിച്ചുകൊണ്ട്, സുവിശേഷം ജീവിത ശൈലിയായി അവലംബിച്ചുകൊണ്ട് അനേകരിലേക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ, അനേകരിലേക്ക് ഈശോയെ കൊടുക്കുവാൻ, അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ കത്തോലിക്ക സഭയ്ക്ക് ഇനിയും കൂടുതൽ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ മറുപടിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.